പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്നേ ദിനം ഒരത്ഭുത ദിനമാണ്. കാരണം ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1917 മെയ് 13 പരിശുദ്ധ അമ്മ ഫാത്തിമയില് ഫ്രാഞ്ചെസ്കോ, ജസീന്ത, ലൂച്ചിയ എന്നീ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഇതിൻ്റെ വലിയ അത്ഭുതമാണ് പിന്നെ ഫാത്തിമയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വെടിയേറ്റ് വീണപ്പോഴ് മാതാവേ, ഞാൻ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടേതാണെന്ന് നിലവിളിച്ചത്. തൻ്റെ ദേഹത്ത് പതിഞ്ഞ ആ ഒരു വെടിയുണ്ടയുമായി ഫാത്തിമയിൽ ചെന്ന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആ വെടിയുണ്ട പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാണ്. ജസീന്തയ്ക്കും ഫ്രാഞ്ചെസ്കോയ്ക്കും ലൂച്ചിയായ്ക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് 1 വർഷം മുമ്പ് തന്നെ, അതായത് 1916 യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിന്റെ കാവൽ ദൂതൻ വിശുദ്ധ മിഖായേൽ ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയും കുഞ്ഞുങ്ങൾക്ക് ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള പഠനങ്ങൾ നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയുടെ വലിയ ദർശനവും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത്, ഫാത്തിമയില് 5ഓളം ദിവസങ്ങൾ താമസിച്ച് പരിശുദ്ധ അമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു അഭിഷേകത്തോടെയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഫാത്തിമ മാതാവ് ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തലവേദന, തലകറക്കം, മരവിപ്പ്, കണ്ണുവേദന, ചെവിവേദന, വായിലെ പുണ്ണ്, വയറ്റിലെ പുണ്ണ്, തൊണ്ടവേദന, പിടല് വേദന, തോളിലെ വേദന, കൈയുടെ വേദന, തോളിടിഞ്ഞു വീഴുന്ന അവസ്ഥ, കക്ഷത്തെ മുഴകള്, ചൊറിച്ചിലുകള്, വ്രണങ്ങള്, ശരീരത്തിലെ അലർജി രോഗങ്ങള്, സൊറിയാസിസ്, കഫക്കെട്ട്, ശ്വാസം മുട്ടല്, അപസ്മാരം, ഇത്തരം സംബന്ധമായ രോഗങ്ങള്, അടിവയറ്റിലെ വേദന, വയറ്റിലെ മുഴകള്, ക്യാൻസറുകള്, നട്ടെല്ലിൻ്റെ വേദന, ഡിസ്ക് കംപ്ലൈൻറ്റ്, മുട്ടിൻ്റെ വേദന, കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥ, വാതരോഗങ്ങൾ. കാരണം പരിശുദ്ധ ഫാത്തിമ മാതാവ് സൗഖ്യത്തിൻ്റെ അമ്മയാണ്. ഇന്ന് നമ്മൾ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് രോഗമാണെങ്കിലും എടുത്തു മാറ്റും. ക്യാൻസർ എടുത്തു മാറ്റിയതാണ് പരിശുദ്ധ അമ്മ. ക്യാൻസറിനെ എടുത്തു മാറ്റും, അലർജി എടുത്തു മാറ്റും, ട്യൂമർ ചുരുക്കിക്കളയും, വയറ്റിലെ അർബുദങ്ങൾ ഇല്ലാതാക്കിക്കളയും, ചൊറിച്ചില്, സൊറിയാസിസ്, തലവേദനകൾ പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റും. കാരണം ഇതൊരു പൈശാചിക പീഡ കൂടിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, അനുഗ്രഹത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ചോദിച്ചു വാങ്ങിച്ചു തരും. ഫാത്തിമ മാതാവിന്റെ അനുഗ്രഹപൂർണമായ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മക്കളെ, നിങ്ങളുടെ നിയോഗങ്ങള് അതെന്ത് തന്നെയാണെങ്കിലും, ഏത് കുരുക്കാണെങ്കിലും, ഏത് തടസ്സമാണെങ്കിലും, ഏത് പീഡയാണെങ്കിലും, മാനസികവും ശാരീരികവും ആത്മീയവുമായ ഏത് പീഡയാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ ഫാത്തിമ മാതാവിനോട് ചേർന്ന് ആ തിന്മകളെ, ആ രോഗങ്ങളെ, ആ തളർച്ചകളെ, ആ ക്ഷീണങ്ങളെ അച്ഛൻ ബന്ധിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, ബഹിഷ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ, ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഈ മാസത്തില് പ്രാർത്ഥിക്കാനായി പരിശുദ്ധ അമ്മയുണ്ട്. അമ്മയുടെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുകളുണ്ട്. പിന്നെ എന്തിനാണ് മക്കളെ ഭയപ്പെടുന്നത്, ആകുലപ്പെടുന്നത്? അകാരണ ഭയങ്ങള് വിട്ടുമാറട്ടെ. അകാരണ വിഷാദങ്ങള്, നിരാശകള്, സ്വരത്തിനോടുള്ള ഭയങ്ങള്, ആളുകളെയുള്ള ഭയങ്ങള്, ഇരുട്ടിനെയുള്ള ഭയങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ. പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തില് ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തില് പെട്ടിരിക്കുന്ന മക്കള്, കടബാധ്യതകള്, ശാരീരിക അസ്വസ്ഥതകള്, തിന്മയുടെ ആധിപത്യങ്ങള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, ഇതിലൂടെ
ബന്ധിക്കപ്പെട്ട് കഴിയുന്ന സകല മക്കളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ മിഖായേലിനോട് ചേർന്ന് ആ തിന്മകളെ എല്ലാം ബന്ധിക്കുന്ന ദിവസമാ, ശാസിക്കുന്ന ദിവസമാ. മകനെ, മകളെ, ഫാത്തിമ മാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സാധിച്ചു കിട്ടും? വിശ്വാസത്തോടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയേന്ന് 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 ആഞ്ഞു വിളിച്ചാല് നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് തളർച്ചയാണെങ്കിലും, ഏത് അസ്വസ്ഥതയാണെങ്കിലും ഈശോ എടുത്തു മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. അത്ഭുതങ്ങളുടെ ദിവസമാ, ഫാത്തിമ മാതാവിന്റെ ദിവസമാ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമാ. എന്ത് പ്രാർത്ഥിച്ചാലും ഇന്ന് സാധിച്ചു കിട്ടും. എൻ്റെ ഫാത്തിമ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികള്, ഈ കലഹങ്ങള്, ഈ തളർച്ചകള്, ഈ മദ്യത്തിന്റെ ഈ ജടികാസക്തികള്, ദുർബോധങ്ങള് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. അസമാധാനം വിതയ്ക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അസമാധാനം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, തിന്മയുടെ അരൂപികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയില് പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്ത പരിശുദ്ധ അമ്മയുടെ അത്ഭുത നാമത്താ, അത്ഭുത പ്രാർത്ഥന ശക്തിയാ ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് 1 തിമോത്തിക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ് മക്കളെ. നമുക്കിത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. വചനം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. ദൈവം നിനക്ക് നൽകിയ പ്രബോധനങ്ങള്, വെളിപാടുകള് കർത്താവ് വീണ്ടും വരുന്നത് വരെ നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം, ദൈവകൃപയില്, ദൈവവരത്തില് നീ എങ്ങനെ ജീവിക്കണമെന്ന് രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ കർത്താവ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തവുമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ്. അപ്പൊ പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ളത് പുത്രൻ മാത്രമാണ്. ഈ ലോകത്തിലുള്ള ആരും കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമുള്ള ആ പ്രകാശങ്ങളുടെ പ്രകാശമായ ആ ദൈവത്തിന്റെ ആ ശക്തി കർത്താവ് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വരും. അതുവരെ മക്കളെ, ദൈവം നമുക്ക് നൽകിയ കൃപയില്, ദൈവം നമുക്ക് നൽകിയ വരത്തില്, ദൈവം നമുക്ക് നൽകിയ പ്രബോധനങ്ങളെ മുറുകെ പിടിച്ച് സ്വർഗത്തിന് യോഗ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ വചന അഭിഷേകത്തോടെ നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സകല ദുഷ്ടാരൂപികളിൽ നിന്ന് ഞാൻ മോചിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിച്ച് പാടുപിഴകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും 3-ാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കർത്താവ് യേശുമിശിഹായുടെ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിഭാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ തറപറ്റിക്കാനും കർത്താവായ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായ കർത്താവായ യേശുവിന്റെ അധികാരത്താൽ ദുഷ്ടദൂതന്മാരെ ബന്ധിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഈ മക്കളെ എല്ലാവരെയും ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ ആശീർവാദത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ദൈവജനത്തെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങനെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പിശാചുക്കളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണം ചെയ്യാനും ദിവ്യവര പ്രസാദത്തിന്റെ ഫലം പുറപ്പെടുവിക്കാനും ഈ മക്കൾക്ക് സാധിക്കട്ടെ.
അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം തേടുന്ന എല്ലാ മക്കളെയും, അവരുടെ വീടുകളെ, അവർ ജീവിക്കുന്ന സ്ഥലങ്ങളെ, അവരുടെ ഭവനങ്ങള്, അവരുടെ വസ്തുവകള് ദുഷ്ടാരൂപികളുടെ സകല ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ. ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും സർപ്പദോഷങ്ങളും കൈവശങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ സുഖത്തിനും ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് ഇവരുടെ ശരീരങ്ങൾക്ക്, ഇവരുടെ മനസ്സിന്, ഇവരുടെ ആത്മാവിന് ശക്തിയും ഉണർവും ലഭിക്കട്ടെ. എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ ആശീർവാദത്തിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ അധികാരത്താൽ വിട്ടുമാറട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായ മോചനം നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സാത്താൻ വിട്ടുമാറട്ടെ. തിന്മയുടെ അരൂപികൾ, പാപശാപ രോഗ ചാവ് ദോഷങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അയച്ചു കൊടുക്കുന്നവരെല്ലാം വിളിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ, സമാധാനം കിട്ടിയതിൻ്റെ, കലഹം മാറിയതിൻ്റെ, രോഗശാന്തി കിട്ടിയതിൻ്റെ, കുഞ്ഞുങ്ങളെ ലഭിച്ചതിൻ്റെ, വസ്തുക്കച്ചവടം നടന്നതിൻ്റെ, ആ ബിസിനസ് പുരോഗതി പ്രാപിച്ചതിൻ്റെയൊക്കെ അനവധിയായ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.